CPIM-ന് പുതിയ സംസ്ഥാന കമ്മിറ്റിയായി 17 പുതുമുഖങ്ങളടക്കം 89 അംഗ സംസ്ഥാന കമ്മിറ്റിയെയാണ് തെരഞ്ഞെടുത്തത്. മന്ത്രി ആർ ബിന്ദു, DK മുരളി, VK സനോജ്, V വസീഫ് തുടങ്ങിയവരാണ് പുതുമുഖങ്ങൾ. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, നമ്മൾ സാധ്യതാ പട്ടികയിൽ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പേരുകളുമുണ്ട്, അതിനോടൊപ്പം തന്നെ പുതിയ ചില പേരുകളും കൂടിയുണ്ട്. ആരൊക്കെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? കാളിദാസൻ, ഇത്തവണ ആകെ 89 അംഗങ്ങളാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടാകുക. അതിൽ 17 പേർ പുതുമുഖങ്ങളാണ്. CPM സംസ്ഥാന സമിതിയിലെ പുതുമുഖങ്ങളുടെ DK മുരളി, S ജയമോഹൻ, K പ്രസാദ്, K ശാന്തകുമാരി, മന്ത്രി ആർ ബിന്ദു, VK സനോജ്, V വസീഫ് എന്നിവരടക്കമുള്ള നിരവധി പേരാണുള്ളത്. ഇതിൽ പ്രത്യേകിച്ചും ഈ ബിജു കണ്ടക്കൈ, ജോൺ ബ്രിട്ടാസ് എന്നിവരും സംസ്ഥാന സമിതിയിൽ അംഗങ്ങളായുണ്ട്. അതോടൊപ്പം തന്നെ 5 ജില്ലകളിലെ പുതിയ സെക്രട്ടറിമാരെല്ലാം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. K റഫീഖ് വയനാട് ജില്ലയിൽ നിന്നുള്ള ജില്ലാ സെക്രട്ടറിയാണ്. VP അനിൽ മലപ്പുറത്ത് നിന്നും, തൃശൂർ നിന്നും ഖാദർ, അതോടൊപ്പം കാസർഗോഡ് നിന്നും M രാജഗോപാൽ, കോഴിക്കോട് നിന്ന് M മെഹബൂബ് എന്നിങ്ങനെ 5 പേരെയും നേരത്തെ നമ്മൾ സാധ്യതാ പട്ടികയിൽ പറഞ്ഞിട്ടുള്ള 5 പേരെയും ഇപ്പോൾ എടുത്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് സംസ്ഥാന സമിതിയിൽ ഉണ്ട്. ഏതായാലും സംസ്ഥാന സെക്രട്ടറിയായി MB ഗോവിന്ദൻ തന്നെ തുടരും. ഇനി സമിതി MB ഗോവിന്ദനെ ഉടൻ തന്നെ നിർദ്ദേശിക്കും. ഇത്രയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അറിയുന്നത്. ഏതായാലും 17 പുതുമുഖങ്ങളാണ് ഇത്തവണയുള്ളത്. ആകെ 89 അംഗങ്ങളെയാണ് സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാളിദാസൻ. തീർച്ചയായും വിഷ്ണു, എന്തായാലും ഈ ഒരു പുതുമുഖങ്ങൾ വന്ന സാഹചര്യത്തിൽ കുറെ പേർ ഒഴിയും എന്നുള്ളത് തന്നെ നമ്മളും പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള സാധ്യതകളും നമ്മൾ കണ്ടിരുന്നു. പ്രായാധിക്യം മൂലം, അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നിരവധി പേർ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിഞ്ഞേക്കുമെന്നുകൂടി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ നേരിട്ട് ആരെങ്കിലും പുറത്താക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കാളിദാസൻ, ഇതുവരെയും അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ പുതുമുഖങ്ങളെ ചേർത്ത കാര്യവും പട്ടികയിൽ ഉൾപ്പെട്ട ഒരു പരിധിവരെയുള്ള വിവരങ്ങൾ മാത്രമാണ് പുറത്തു വരുന്നത്. ഏതായാലും പ്രായപരിധിയിൽ നേരത്തെ തന്നെ കണക്കുകൂട്ടിയ പലരും സമിതിയിൽ നിന്ന് പുറത്തു പോകുന്നത് തീർച്ചയായും ഉള്ളൊരു കാര്യം തന്നെയാണ്. ഏതായാലും അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ MB ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യങ്ങൾ വിശദമായി അറിയിക്കും. അതിനുശേഷം പൂർണ്ണമായ കാര്യങ്ങൾ, ഏതെങ്കിലും അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ആരെയൊക്കെയാണ് പുറത്താക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്, പുതുമുഖങ്ങളെ അടക്കം ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ കൂടി വ്യക്തമാക്കുന്നതാണ്. ശരി വിഷ്ണു, എന്തായാലും നിരവധി പേർ സംസ്ഥാന സമിതിയിൽ ഇപ്പോൾ അംഗമായിട്ടുണ്ട്. DK മുരളി MLA അടക്കം. അതേപോലെ നമ്മൾ കരുതിയിരുന്ന VK സനോജും, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും V വസീഫും എല്ലാം ഈ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പുതിയ സമിതി വലിയൊരു പ്രതീക്ഷ കൂടി നൽകുന്നുണ്ട് പാർട്ടി അംഗങ്ങൾക്കടക്കം, അല്ലേ? തീർച്ചയായിട്ടും ഈ പുതിയ അംഗങ്ങൾക്കെല്ലാം വലിയ സാധ്യതകൾ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന സമിതി ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് V വസീഫും അതോടൊപ്പം കണ്ണൂരിൽ നിന്ന് VK സനോജും ഒക്കെ ഇത്തവണ ഉൾപ്പെട്ടിട്ടുണ്ട്. DYFI സ്ഥാനത്ത് നിന്നൊക്കെ ഉള്ള ആളുകളെയെല്ലാം അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്, പുതുമുഖങ്ങളെ ചേർത്ത് തന്നെയാണ് സംസ്ഥാന സമിതി രൂപീകരിച്ചിരിക്കുന്നത്. അത് വലിയൊരു മുന്നേറ്റത്തിന്റെ ഭാഗം തന്നെയാണ്. ഏതായാലും മുന്നോട്ടിനി വലിയ രീതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും സംസ്ഥാനത്ത്. വലിയ, അതായത് ഈ CPM-ന്റെ ഭാഗത്തു നിന്നുള്ള വളർച്ചയുടെ ഭാഗമായി തന്നെ യുവാക്കളെ കൂടി പരിഗണിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. നേരത്തെ തന്നെ ഈ പട്ടികയിൽ ഇവരുടെ പേരുകൾ പ്രതീക്ഷിച്ചിരുന്നു, അത് തന്നെ സാധിച്ചു, അത് വന്നിരിക്കുന്നു എന്ന് വേണം പറയാൻ സാധിക്കുന്നത്. കാളിദാസൻ. തീർച്ചയായും വിഷ്ണു, CPIM-ന് പുതിയ സംസ്ഥാന കമ്മിറ്റി ആയിരിക്കുന്നു. 17 പുതുമുഖങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 89 അംഗ സംസ്ഥാന കമ്മിറ്റിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ മന്ത്രിമാരടക്കം അതിൽ ഭാഗമാണ്. ഇപ്പോൾ വിഷ്ണു, മന്ത്രി ആർ ബിന്ദുവും ഉണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇനിയും വരാനിരിക്കുന്ന സ്വകാര്യ സർവകലാശാല നയം അനുസരിച്ച് ഉള്ളൊരു തീരുമാനമൊക്കെ കൂടുതലും എടുക്കേണ്ട മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുകൂടി നമുക്ക് കരുതാം, അല്ലേ? ഏതായാലും മന്ത്രി ആർ ബിന്ദുവിനെ കൂടി സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. മന്ത്രിയെ ഇതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു, അത് സാധിച്ചു. ഏതായാലും മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവർ ഈ നിരവധി പേരെ തന്നെ ഈ സമിതിയിലേക്ക് രൂപീകരിച്ചിട്ടുണ്ട്. ആകെ 89
ശാല അടക്കമുള്ള കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് നേരത്തെ അറിയിച്ചതാണ്. ഏതായാലും ആശങ്കകൾ ഉണ്ടാകുന്നുണ്ട് പല ഘട്ടത്തിലുണ്ടെങ്കിലും അതിലെല്ലാം മറുപടി കൃത്യമായി പാർട്ടി സമ്മേളനത്തിൽ അറിയിച്ചതാണ്. ഇനി സംസ്ഥാനത്തിന്റെ നിലപാട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമായി ബോധിപ്പിച്ചതാണ്. പാർട്ടി അജണ്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണെന്ന് മുഖ്യമന്ത്രി അടക്കം എല്ലാ കാര്യങ്ങളും വിശദീകരണം നൽകിയതാണ്. ഏതായാലും അക്കാര്യത്തിൽ ഒരു പൂർണ്ണത വന്നിരിക്കുന്നുവെന്ന് വേണം പറയാൻ. എന്തായാലും സംസ്ഥാന സമ്മേളനം ഇന്ന് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ സമിതി അംഗങ്ങളുടെ തീരുമാനം എത്തിയത് വളരെ നിർണായകമായ ഒരു സംഭവമായി തന്നെ കണക്കാക്കാം.